രാവിലെ 9:30-യോടെയാണ് ADGP ഹേമേന്ദ്രൻ ഹൈക്കോടതിയിലെത്തി അഡ്വക്കേറ്റ് ജനറൽ KP ദണ്ഡപാണിയുമായി ചർച്ച നടത്തിയത്. സോളാർ കേസിൽ ADGP തിരശ്ശീലയ്ക്ക് പിന്നിൽ നിന്നും അന്വേഷണ മേൽനോട്ടം വഹിക്കുകയാണോ, അന്വേഷണ ചുമതല ആർക്കാണ് തുടങ്ങിയ പരാമർശങ്ങൾ ഇന്നലെ ഹൈക്കോടതി നടത്തിയിരുന്നു. ഇക്കാര്യങ്ങൾ വ്യക്തമാക്കി വിശദമായ മറുപടി നൽകാനും കേസ് പരിഗണിച്ച ജസ്റ്റിസ് SS സതീശചന്ദ്രൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ തന്റെ മേൽനോട്ടത്തിൽ വ്യക്തമായ ഉത്തരവിന്റെയും നടപടിക്രമങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ കേസ് അന്വേഷണം നടക്കുന്നതെന്ന് ADGP അഡ്വക്കേറ്റ് ജനറലിനെ അറിയിച്ചു. അല്ല, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ വ്യക്തമായ ഓർഡറിൻ്റെ വെളിച്ചത്തിൽ തന്നെയാണ്. അത് ഞാൻ ഇഷ്യൂ ചെയ്ത ഓർഡറിൽ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അത് AGയുടെ ശ്രദ്ധപ്പെടുത്തിയിട്ടുമുണ്ട്. 33 കേസുകളാണ് സോളാർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാനമെമ്പാടും പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്നത്. ഈ കേസുകളുടെ മേൽനോട്ട ചുമതലയാണ് തനിക്കുള്ളത്. രാജ്യത്തെ പ്രധാന കേസുകളിലെല്ലാം മേൽനോട്ട ചുമതല ഹൈക്കോടതിയും സുപ്രീം കോടതിയും അംഗീകരിച്ചിട്ടുണ്ടെന്നും ADGP ഹേമേന്ദ്രൻ പറഞ്ഞു. സൂപ്പർവൈസറി ഫംഗ്ഷൻ എന്ന് പറയുന്നത് കോടതികൾ അംഗീകരിച്ചിട്ടുള്ള, അത് ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒക്കെ അംഗീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഉദാഹരണത്തിന് രാജീവ് ഗാന്ധി ഇൻവെസ്റ്റിഗേഷൻ നടത്തിയത് ശ്രീ DR കാർത്തികേയൻ ഹെഡായിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീമാണ്. അതിൻ്റെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഒരു സീനിയർ DYSP ആയിരുന്നു. അപ്പോൾ അത് വളരെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള, ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വരെ പോയിട്ടുള്ള അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഹൈക്കോടതി ചൊവ്വാഴ്ച കേസ് പരിഗണിക്കുമ്പോൾ വ്യക്തമായ നടപടിക്രമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘത്തിന്റെ പ്രവർത്തനമെന്നറിയിക്കാനാണ് പോലീസിന്റെ നീക്കം. ക്യാമറാമാൻ വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം ബിജു പങ്കജ്, മാതൃഭൂമി ന്യൂസ്.